അപ്പോൾ പുണർദം നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായിരിക്കും നിങ്ങൾ. കോപം മൂക്കിന്റെ തുമ്പിലാണെങ്കിലും മറ്റുള്ളവരോട് കരുണയും വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും മടി കാണിക്കുകയില്ല. നമ്മുടെ പഴമയെയും പാരമ്പര്യത്തെയും ഈശ്വരവിശ്വാസത്തെയും മുറുകെ പിടിക്കുന്ന പ്രകൃതമായിരിക്കും നിങ്ങളുടേത്. സത്യധർമാദികൾ മുൻനിർത്തി ജീവിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും. പല കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും നിങ്ങളുടേത്. ഒരിക്കലും നിങ്ങൾക്ക് സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. പുറമേ ശാന്തമായ സ്വഭാവമാണെന്ന് തോന്നുമെങ്കിലും മുൻകോപികളായിരിക്കും നിങ്ങൾ. ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയോ സംസാരമോ ഉണ്ടായാൽ നിങ്ങൾ സമയമോ സന്ദർഭമോ നോക്കാതെ വളരെ സാഹസികമായി ചിലപ്പോഴൊക്കെ പ്രവർത്തിച്ചെന്ന് വരാം. നിഷ്കളങ്കമായ മുഖമായിരിക്കും നിങ്ങളുടേത്. സൗന്ദര്യത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാകുകയില്ല. ആരോഗ്യകരമായി അല്പം പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും. ഒരു ക്ഷീണഭാവം ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മുഖത്ത് ദർശിക്കാനാവും. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും വേർപാടുകളും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ വളരെയധികം സമയമെടുക്കുന്നതായിരിക്കും. 25 വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വരും. 40 വയസ്സിനുമേൽ സ്വസ്ഥവും സുഖകരവുമായ ജീവിതം നിങ്ങൾക്കുണ്ടാവും. മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടും പ്രത്യേകമായൊരു മമത എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്നാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കുറവായിരിക്കും ലഭിക്കുക. ശരീരസുഖവും ഇന്ദ്രിയസുഖവും കാക്ഷിക്കുന്നവരായിരിക്കും നിങ്ങൾ. എല്ലാവരോടും സഹകരണ മനോഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ആത്മാർത്ഥത അല്പം കുറവായിരിക്കും. കലാപരമായ പ്രവർത്തനങ്ങൾ, പ്രസിദ്ധീകരണം, സാമ്പത്തിക രംഗം, ആതുര സേവനം എന്നീ മേഖലകളിൽ വിജയസാധ്യത ഉണ്ടാവും. വിവാഹ ജീവിതത്തിൽ ചെറിയ ചില ക്ലേശങ്ങൾ ഇടയ്ക്കിടെ വന്നുപോകും. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടെ അലട്ടുന്നതായിരിക്കും. അടിയുറച്ച ഈശ്വരവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഇവയെല്ലാം തരണം ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ ആരോഗ്യക്കുറവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചിലപ്പോഴെങ്കിലും സംസാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലം അനാവശ്യ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായെന്നു വരാം. വടി കൊടുത്ത് അടിവാങ്ങിക്കുന്നത് പോലെയാവും ഇത്. അപ്പോൾ പുണർദം നക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ ചില വിവരണങ്ങളാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.